പൂരോത്സവത്തിന്റെയും പൂരക്കളിയുടെയും മറത്തുകളിയുടെയും ഐതിഹ്യ മഹിമയുമായി മീനപ്പൂവ് താരാട്ടുപാട്ട് പുറത്തിറക്കി. പാലക്കുന്ന് കഴകം ശ്രീ ഭഗവതി ക്ഷേത്രം ഭണ്ഡാരവീട്ടിൽ വെച്ച് മീനപ്പൂവിന്റെ പ്രകാശന കർമ്മം നടന്നു. This news sponsored by ഏനപ്പോയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊടിയൽമയിൽ, മംഗളൂർ. വടക്കേ മലബാറിലെ കഴകങ്ങളും ക്ഷേത്രങ്ങളും പൂരോത്സവത്തിന്റെ ആവേശത്തിലേക്ക് നീങ്ങിയ വേളയിലാണ് പൂരത്തിന്റെ അറിവുകൾ പുതുതലമുറയ്ക്ക് പകർന്നു നൽകാനായി മീനപ്പൂവ് എന്ന പേരിൽ യൂട്യൂബ് ചാനൽ വരുന്നത്. വസന്തത്തിന്റെ വരവറിയിച്ച് വിരിയുന്ന ചെമ്പകം, ചെക്കിപ്പൂവ്, തുമ്പ, നരയൻപൂവ് തുടങ്ങിയ പൂക്കളും പൂരവും പൂവിളിയും പൂരക്കളിയുമെല്ലാം ഒരു താരാട്ടുപാട്ട് പോലെയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എം അപ്പുപണിക്കർ ഓണക്കുന്ന് രചനയും സുദർശനൻ സംഗീതവും നൽകി രവീണ സുകുമാരൻ ആലാപനം നിർവഹിച്ചു. കൃപാസ് തൃക്കരിപ്പൂരിന്റെ ബാനറിൽ PC വിശ്വംഭരൻ പണിക്കറാണ് നിർമ്മാണ നിർവഹണം. മീനപ്പൂവ് താരാട്ടുപാട്ട് പാലക്കുന്ന് കഴകം ശ്രീ ഭഗവതി ക്ഷേത്രം ഭണ്ഡാരവീട്ടിൽ വെച്ചാണ് പ്രകാശനം ചെയ്തത്. പാലക്കുന്ന് ക്ഷേത്രത്തിലെ മുഖ്യകർമ്മി സുനീഷ് പൂജാരിയും ക്ഷേത്രസ്ഥാനികൻ കപ്പണക്കാൽ കുഞ്ഞിക്കണ്ണൻ ആയത്താറും ചേർന്ന് തീയ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് ഗണേഷ് അരമങ്ങാനത്തിന് നൽകിയാണ് പ്രകാശനം ചെയ്തത്. ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ ഈ പാലക്കുന്നമ്മയുടെ മണ്ണിൽ ഈ തിരുസന്നിധിയിൽ വെച്ചിട്ട് ഈ മീനമാസത്തിൽ പൂരത്തെക്കുറിച്ച് പുതിയൊരു അറിവ് നൽകുന്ന, അതൊരു പുസ്തകമാണെങ്കിൽ ചിലപ്പോൾ അത് വായിച്ചു പോകുന്ന അറിയാൻ പറ്റില്ല. പക്ഷേ യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിലെ ഒരു തരംഗമായ ഒരു കാലഘട്ടത്തിൽ കൃത്യമായിട്ട് നമ്മുടെ കുട്ടികളും നമ്മുടെ വരും തലമുറക്ക് അത് കാണാൻ പറ്റും. ആ ദൗത്യം ഏറ്റെടുത്ത വിശ്വംഭര പണിക്കർക്കും അപ്പുപണിക്കർക്കും അടക്കമുള്ള എല്ലാവർക്കും നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു. ക്ഷേത്രസ്ഥാനികരും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും സംബന്ധിച്ച ചടങ്ങിൽ പാലക്കുന്ന് കഴകം ശ്രീ ഭഗവതി ക്ഷേത്രം വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ ചട്ടഞ്ചാൽ അധ്യക്ഷത വഹിച്ചു. KV അപ്പു, PV ചിത്രഭാനു, ഉദിനൂർ സുകുമാരൻ, M അപ്പുപണിക്കർ, പാലക്കുന്നിൽ കുട്ടി, CK കണ്ണൻ പാലക്കുന്ന് എന്നിവർ സംസാരിച്ചു. PC വിശ്വംഭരൻ പണിക്കർ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉദുമ.